നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 24-ാം ദിവസം. കേന്ദ്ര ഫണ്ടിനെ ചൊല്ലി കേരളവും കേന്ദ്രവും തർക്കം തുടരുന്നു. ബജറ്റിന് പുറമെ 120 കോടി അധികവും നൽകിയെന്ന കേന്ദ്രവാദത്തെ തള്ളി സംസ്ഥാന സർക്കാർ. സർക്കാരിനെതിരെ സമരം ഘടിപ്പിച്ച് ആശാവർക്കർമാർ. താമരശ്ശേരിയിലെ 15-കാരൻ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ SSLC പരീക്ഷ എഴുതുന്നതിനെതിരെ ഇന്നും പ്രതിഷേധം. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. കൊലക്കേസ് പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതെന്നാണ് ഇവരുടെ ആവശ്യം. അതേസമയം ഡിജിറ്റൽ തെളിവ് ശേഖരണം ഊർജിതമാക്കി പോലീസ് മെറ്റയോട് വിവരം തേടി. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസ് BJPക്ക് വളരാൻ മണ്ണൊരുക്കുന്നുവെന്ന് വിമർശനം. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടിക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് മുഖ്യമന്ത്രി. മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ ഇതാലോചിക്കട്ടെ എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. CPIM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് എഴുതിയ ലേഖനത്തിലാണ് വിമർശനം. CPIM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊടിയേറും. സമ്മേളനത്തിനെത്തുന്ന പ്രതിനിധികളെ വരവേൽക്കാൻ കൊല്ലം നഗരം ഒരുങ്ങി. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് CPIM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായ കൊടിമര പതാക ജാഥകൾ ഇന്ന് വൈകിട്ട് പൊതുസമ്മേളന നഗരിയായ ആശ്രാമത്ത് സീതാറാം യെച്ചൂരി നഗറിൽ സംഗമിക്കും. തുടർഭരണം ലക്ഷ്യമായിട്ടുള്ള നീക്കങ്ങൾ CPIM സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകും. MLA-മാരുടെ 2 ടേം നിബന്ധന മാറ്റുന്ന കാര്യം ചർച്ച ചെയ്യാൻ സാധ്യത. വിജയസാധ്യതയുള്ള 2 ടേം പൂർത്തിയാക്കി MLA-മാരെ മാറ്റുന്നത് തുടർഭരണ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ ഇടയുണ്ടെന്നും പാർട്ടി വിലയിരുത്തൽ. മഹാരാഷ്ട്ര സർക്കാരിൽ ആദ്യ രാജി. NCP മന്ത്രി ധനഞ്ജയ് മുണ്ടെ രാജിവെച്ചു. കൊലപാതക കേസിൽ മന്ത്രിയുടെ അടുത്ത സഹായി വാൽമീക് കരാട് അറസ്റ്റിലായതിനു പിന്നാലെയാണ് മന്ത്രി രാജിവെച്ചത്. മസാജോങ് ഗ്രാമമുഖ്യൻ ദേശ്മുഖ് കൊല്ലപ്പെട്ട കേസിലാണ് വാൽമീക് കരാട് അറസ്റ്റിലായത്. ദേശ്മുഖിനെ കഴിഞ്ഞ ഡിസംബറിൽ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ 15 സൈനികർ കൊല്ലപ്പെട്ടു. 30 പേർക്ക് സാരമായി പരിക്കേറ്റു. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രത്തിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനങ്ങൾ സൈനികർ ക്യാമ്പിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. സ്ഫോടനത്തിൽ സമീപത്തെ പള്ളി തകർന്ന് നിരവധി പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ അധിക തീരുവയിൽ തിരിച്ചടിച്ച് കാനഡയിലെ പ്രവിശ്യകൾ. അമേരിക്കൻ മദ്യത്തിന് വിലക്കേർപ്പെടുത്തി ഒന്റാരിയോ. അമേരിക്കൻ മദ്യം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഒന്റാരിയോ പ്രവിശ്യയിലെ ഔട്ട്ലെറ്റ് ശൃംഖലയായ LCBO വെബ്സൈറ്റ് താൽക്കാലികമായി പൂട്ടി. അമേരിക്കൻ മദ്യം ഔട്ട്ലെറ്റുകളിൽ നിന്ന് നീക്കാൻ സർക്കാർ നിർദ്ദേശം. റാഗിംഗ് കേസുകൾ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദറും ജസ്റ്റിസ് C ജയചന്ദ്രനും അടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പൊതുതാൽപര്യ ഹർജിയിലാണ് നടപടി. റാഗിംഗ് കേസുകളിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് കെൽസയുടെ പരാതി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്ന് വത്തിക്കാൻ. ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് ആരോഗ്യനില അല്പം വഷളായെങ്കിലും കഫക്കെട്ട് നീക്കിയ ശേഷം പോപ്പ് രാത്രി നന്നായി ഉറങ്ങി. രക്തപരിശോധനയിൽ പുതുതായി അണുബാധയുടെ ലക്ഷണങ്ങളില്ല. കൃത്രിമ ശ്വാസം നൽകുന്നത് തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി വരെ ഉയരാം. സിനിമാ സമരത്തിന് മുന്നോടിയായുള്ള സൂചനാ പണിമുടക്കടക്കം തീരുമാനിക്കാൻ കൊച്ചിയിൽ ഇന്ന് ഫിലിം ചേംബർ യോഗം ചേരും. ആന്റണി പെരുമ്പാവൂരിന് നൽകിയ നോട്ടീസ് പിൻവലിക്കുന്നതിലും ഇന്ന് തീരുമാനമുണ്ടാകും. ചർച്ചയാകാമെന്നും സമരം ചെയ്യരുതെന്നും സാംസ്കാരിക മന്ത്രി. ലഹരിക്കും അക്രമത്തിനുമെതിരെ CPIM മുന്നിട്ടിറങ്ങുകയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ.
മാർച്ച് 10 മുതൽ 12 വരെ ജില്ലയിലെ 236 കേന്ദ്രങ്ങളിൽ പദയാത്രയും ബഹുജന സംഗമങ്ങളും സംഘടിപ്പിക്കും. ലഹരിയും ഹിംസയും വേണ്ട എന്ന സന്ദേശമാണ് ക്യാമ്പയിൻ ഉയർത്തുന്നതെന്നും MP ജയരാജൻ. ലഹരി കേസുകളുടെ എണ്ണത്തിൽ കൊച്ചിയിൽ വൻ വർധന. രാസലഹരിയുടെ കണ്ണികൾ അറുക്കാൻ അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുമ്പോൾ ലഹരി ഒഴുക്കാൻ പുതുവഴികൾ തേടുകയാണ് മാഫിയകൾ. പാകിസ്ഥാനിൽ നിന്നടക്കം കൊച്ചിയിലേക്ക് ലഹരി എത്തുന്നുണ്ടെന്ന് NCB. തൃശൂർ അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കരിക്കും കരിമ്പും ജ്യൂസും വിൽക്കുന്ന കട കാട്ടാന തകർത്തു. ആനന്ദൻ എന്നയാളുടെ കടയാണ് ആന തകർത്തത്. രാത്രി 12 മണിയോടെയാണ് 5 ആനകൾ അടങ്ങുന്ന കൂട്ടം കട തകർത്തത്. കാസർഗോഡ് കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന മംഗൽപാടി സ്വദേശി മരിച്ചു. പുളിക്കുത്തി അഗർത്തിമൂലയിലെ രാധാകൃഷ്ണയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. നടന്നു പോകുന്നതിനിടയിൽ സോങ്കാലിൽ വെച്ചാണ് കടന്നൽ കുത്തേറ്റ്. മംഗൽപാടി ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. തൃശൂർ വലപ്പാട് ഭാര്യ ഭർത്താക്കന്മാർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി പിടിയിൽ. സംഭവത്തിൽ വലപ്പാട് സ്വദേശി സുമിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി സുമിത്ത് ഇവരെ വഴക്കു പറഞ്ഞത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താലാണ് കൊലപാതക ശ്രമം നടന്നത്. മലപ്പുറത്ത് 2 2 സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. നിലമ്പൂർ വടപുറം കുതിരപ്പുഴയിലും എടക്കര പുന്നപ്പുഴയിലുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അരുവാക്കോട് സ്വദേശി കുഞ്ഞൂട്ടിയുടെ മൃതദേഹമാണ് കുതിരപ്പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. എടക്കര പുന്നപ്പുഴ പാലത്തിന് സമീപത്ത് നിന്നാണ് മറ്റൊരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലം ചാത്തന്നൂരിൽ കിണറ്റിൽ വീണ ആടിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മധ്യവയസ്കൻ മരിച്ചു. കൊല്ലാക്കുഴി കൊച്ചുവിള സ്വദേശി ബാബുവാണ് മരണപ്പെട്ടത്. കണ്ണൂർ കൂത്തുപറമ്പിൽ ബസ്സിടിച്ച് പരിക്കേറ്റ സ്ത്രീ ചികിത്സയിലിരിക്കെ മരിച്ചു. പന്നൊന്നേരി സ്വദേശിനി സരോജിനിയാണ് മരിച്ചത്. 75-കാരിയായ സരോജിനി അപകടത്തിൽപ്പെടുന്ന CCTV ദൃശ്യം പുറത്തു വന്നു. കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. പട്ടാമ്പി വള്ളൂരിൽ സ്കൂട്ടർ ബസ്സിലേക്ക് ഇടിച്ചു കയറി യുവതിക്ക് ദാരുണാന്ത്യം. തിരുവേഗപ്പുറ സ്വദേശി മുഹമ്മദ് ഷനൂബാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. മലപ്പുറത്ത് എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ കഞ്ചാവുമായി 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. 3 കേസുകളിലായിട്ടാണ് ഇവരെ പിടികൂടിയത്. സംഭവങ്ങളിൽ പങ്കാളിയായ എല്ലാവരെയും മലപ്പുറം എക്സൈസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറത്ത് ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികളുമായി പോലീസ്. വളാഞ്ചേരി സ്റ്റേഷൻ പരിധിയിൽ മാത്രം 3 മാസത്തിനിടെ 100-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന കർശനമാക്കിയപ്പോൾ ലഹരി വിൽപ്പനയും ഉപയോഗവും ഗ്രാമപ്രദേശങ്ങളിൽ വർദ്ധിച്ചു. തൃശൂരിൽ K9 സ്ക്വാഡും കൊടുങ്ങല്ലൂർ പോലീസും നടത്തിയ പരിശോധനയിൽ തീരദേശത്ത് നിന്ന് രാസലഹരിയും കഞ്ചാവും പിടികൂടി. സൂരജ്, വിഷ്ണു എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ കൈവശം MDMA, കഞ്ചാവ്, ഇവ തൂക്കി വിൽക്കാനുള്ള 4 ത്രാസുകൾ, വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന മൊബൈലുകൾ എന്നിവ കണ്ടെടുത്തു. തൃശൂരിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ പ്രതി പിടിയിൽ. വരന്തരപ്പള്ളി സ്വദേശി ക്രിസ്റ്റീനാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും 7 പ്ലാസ്റ്റിക് കുപ്പികളിലായി 3.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. എറണാകുളം വരാപ്പുഴയിൽ വിദ്യാർത്ഥികൾക്ക് മയക്കുപദാർത്ഥമായ MDMA വിൽപ്പന നടത്തുന്നയാളെ വരാപ്പുഴ എക്സൈസ് അറസ്റ്റ് ചെയ്തു. രഹസ്യ വിവരത്തെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഏലൂർ സ്വദേശി മുഹമ്മദ് നസീഫിൽ നിന്നും MDMA കണ്ടെത്തിയത്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്ത 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. പാപ്പിനിശ്ശേരി സ്വദേശി KC സൈനുദ്ദീൻ, O വിഷ്ണു എന്നിവരെയാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 6 ഗ്രാം മെത്താംഫിറ്റമിൻ കണ്ടെടുത്തു.
തിരുവനന്തപുരം പാറശാലയിൽ വിദ്യാർത്ഥിനിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. പരശുവയ്ക്കൽ സ്വദേശി നിഖിലാണ് പോലീസ് പിടിയിലായത്. ഫാർമസി വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു. മലപ്പുറത്ത് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിന്റെ മറവിൽ നിക്ഷേപം വാങ്ങി കബളിപ്പിച്ചതായി പരാതി. മുതൂർ സ്വദേശി സുധീഷാണ് ചങ്ങരംകുളം പോലീസിനെ സമീപിച്ചത്. സ്ഥാപനത്തിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് 30 ലക്ഷം രൂപ നിക്ഷേപമായി വാങ്ങുകയും ജോലി ചെയ്തതിന് ശമ്പളം നൽകാതെ കബളിപ്പിച്ചുവെന്നുമാണ് പരാതി. കൊല്ലം മഞ്ചലിൽ വിസ തട്ടിപ്പ് നടത്തിയ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കലഞ്ഞൂർ സ്വദേശി വിനീഷ്, ലീനു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ ഒന്നാം പ്രതി അഞ്ചൽ സ്വദേശി ടോണി കോടതിയിൽ നിന്നും ജാമ്യം നേടിയിരുന്നു. ഏതൻസ് ഗ്ലോബൽ എക്സലൻസ് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങി നിരവധി പേരിൽ നിന്നും വിസ നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലാണ് ദമ്പതികൾ അറസ്റ്റിലായത്. തിരുവനന്തപുരം സ്വദേശിയായ 34-കാരിയുടെ ആത്മഹത്യയിൽ തൃശൂർ സ്വദേശിയായ ഭർത്താവ് അറസ്റ്റിൽ. മതിലകം കഴുവിലങ്ങ് സ്വദേശി ചേനോത്തുപറമ്പിൽ പ്രശാന്താണ് അറസ്റ്റിലായത്. പ്രശാന്തിന്റെ പീഡനമാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. കേരള ലോകായുക്ത തൃശൂരും കോട്ടയത്തും ക്യാമ്പ് സിറ്റിംഗ് നടത്തും. മാർച്ച് 12-ന് തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിലും 13-ന് കോട്ടയം PWD റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിലും രാവിലെ 10:30-നാണ് സിറ്റിംഗ് ആരംഭിക്കുന്നത്. ലോകായുക്ത ജസ്റ്റിസ് N. അനിൽകുമാർ സിറ്റിംഗിന് നേതൃത്വം നൽകും. കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന അസാപ് കേരളയുടെ വിഴിഞ്ഞത്തുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ആരംഭിക്കുന്ന വെയർഹൌസ് അസോസിയേറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോജിസ്റ്റിക് സെക്ടർ സ്കിൽ കൗൺസിലിന്റെ സർട്ടിഫിക്കേഷനോടുകൂടിയ സൗജന്യ കോഴ്സിലേക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അതിവേഗ വാർത്ത തുടരുന്നു. ഗോത്രവർഗ കമ്മീഷന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ പരാതി പരിഹാര അദാലത്ത് മാർച്ച് 13, 14 തീയതികളിൽ സംഘടിപ്പിക്കും. എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ 10:30 മുതൽ വൈകിട്ട് 5 വരെയാണ് അദാലത്ത് നടന്നത്. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, TK വാസു എന്നിവർ അദാലത്തുകൾക്ക് നേതൃത്വം നൽകും. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് സെന്ററിലെ പ്രയുക്തി മിനി ജോബ് ഫെയർ മാർച്ച് 15-ന് ചേർത്തല ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നടക്കും. എംപ്ലോയബിലിറ്റി സെന്ററും നാഷണൽ കരിയർ സർവീസും ചേർത്തല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജും സംയുക്തമായാണ് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്. പ്രവൃത്തി പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും പങ്കെടുക്കാം. SSLC, +2, ഡിപ്ലോമ, ITI, ബിരുദം, ബിരുദാനന്തര ബിരുദം, പാരാമെഡിക്കൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള 18-40 ഇടയിൽ പ്രായമുള്ളവർക്ക് മേളയിൽ പങ്കെടുക്കാം. സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിയും സ്റ്റേറ്റ് ലെവൽ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയും പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചെയർപേഴ്സൺമാരെയും അംഗങ്ങളെയും ക്ഷണിച്ചു. 2006-ലെ പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ വിജ്ഞാപന പ്രകാരമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. മാർച്ച് 21-നകം അപേക്ഷകൾ സമർപ്പിക്കണം. മുൻപ് അപേക്ഷിച്ചിട്ടുള്ളവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. ആലപ്പുഴയിൽ അങ്കണവാടികളിലേക്ക് ഫർണിച്ചർ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. വെളിയനാട് ICDS ഓഫീസിന്റെ പരിധിയിൽ വരുന്ന പഞ്ചായത്തുകളിലെ 21 അങ്കണവാടികളിലേക്കാണ് ഫർണിച്ചർ വിതരണം ചെയ്യുന്നത്. മാർച്ച് 7 ഉച്ചയ്ക്ക് 2:30 വരെയാണ് ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ ഇടുക്കി ജില്ലയിലെ അങ്കണവാടി ഹെൽപ്പർമാർക്കുള്ള പരിശീലന പരിപാടിയിലേക്ക് ഭക്ഷണം എത്തിച്ചു നൽകുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ മുദ്ര വെച്ച കവറിൽ ടെൻഡർ നൽകണം. പരിശീലന ദിവസങ്ങളിൽ പ്രോഗ്രാം ഓഫീസർ പറയുന്ന പരിശീലന കേന്ദ്രത്തിൽ ഭക്ഷണം എത്തിച്ചു നൽകണം. അപേക്ഷകൾ മാർച്ച് 10-ന് വൈകിട്ട് 3 മണി വരെ സ്വീകരിക്കും. തൃശൂർ ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തും. മെഡിക്കൽ സൈക്യാട്രിയിൽ MPhil ബിരുദമുള്ള 18-നും 41-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം.
ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുമായി മാർച്ച് 6 മുൻപായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകും. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായി സീറോ വേസ്റ്റ് മൂന്നാർ എന്ന ലക്ഷ്യത്തോടെ മെഗാ ക്ലീനപ്പ് ഡ്രൈവ് നടന്നു. 5 ദിവസങ്ങളിലായി വിപുലമായ മാലിന്യ ശേഖരണ സംസ്കരണ പ്രവർത്തനങ്ങൾ നടന്നു. തൃശൂർ പെരുവല്ലൂർ ശ്രീ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷിച്ചു. 3 ദേശങ്ങളിൽ നിന്ന് ശിങ്കാരിമേളം, നാദസ്വരം, തെയ്യം, കാവടി എന്നീ കലാരൂപങ്ങളും എത്തിച്ചേർന്നു. രാവിലെ നടയടയ്ക്കുന്നതോടെ കുംഭഭരണി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി അരുൺകുമാർ എമ്പ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സംസ്കൃതി സംഗമം നടന്നു. കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ ഗുരുവായൂർ കേശവൻ നമ്പൂതിരി സംഗമം ഉദ്ഘാടനം ചെയ്തു. കോളേജിലെ സംസ്കൃത വിഭാഗം അധ്യക്ഷ ഡോക്ടർ ലക്ഷ്മി ശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൂർവ്വ അധ്യാപകർക്ക് പൊന്നാടയും ഉപഹാരവും സമ്മാനിച്ചു. തൃശൂരിൽ വിദ്യാർത്ഥികൾക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ എത്തുന്നവർക്കും ദാഹമകറ്റാൻ തണ്ണീർ പന്തൽ. തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ മണലിത്തറ 5-6 വാർഡുകളിലെ മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് സംരംഭം. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം AR കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കൊല്ലം കടക്കലിൽ ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ CITU കടക്കൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിച്ച് ഓട്ടോറിക്ഷകൾ നിരത്തിൽ സർവീസ് നടത്തണമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിനെതിരെയാണ് പ്രതിഷേധ പ്രകടനം. പ്രതിഷേധ റാലി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം RS ബിജു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ ഹരിത കർമ്മസേന അംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണം നടത്തി. ചടങ്ങിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനുള്ള കൺവെയർ ബെൽറ്റിന്റെ ഉദ്ഘാടനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി വി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ ഹരിത കർമ്മസേന അംഗങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സഹായമായിട്ടാണ് കൺവെയർ ബെൽറ്റിന്റെ വിതരണം നടത്തി. മലപ്പുറം എടപ്പാളിൽ മേൽപ്പാലത്തിന് താഴെ റോഡിന്റെ ഇരുവശങ്ങളിലും തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു. എടപ്പാൾ, വട്ടംകുളം ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിലാണ് തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചത്. എടപ്പാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ, വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ് എന്നിവർ ചേർന്ന് സ്വിച്ച് ഓൺ നിർവഹിച്ചു. തൃശൂർ വടക്കാഞ്ചേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗർഭാശയ ക്യാൻസർ സ്തനാർബുദ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വടപുറം വള്ളിക്കെട്ട് ജലനിധിയുടെ പൈപ്പ് ലൈൻ തകർത്ത നിലയിൽ കണ്ടെത്തി. കുതിരപ്പുഴയുടെ സമീപത്തെ കിണറിൽ നിന്നും 200 മീറ്റർ ദൂരെയുള്ള ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈനാണ് തകർന്നത്. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ TP ഉമൈമത്ത് സ്ഥലം സന്ദർശിച്ച് നിലമ്പൂർ പോലീസിൽ പരാതി നൽകി. പാലക്കാട് തൃത്താലയിൽ ബാലസംഘം തൃത്താല ഏരിയ കമ്മിറ്റി എഴുത്തുകാരൻ M ശിവശങ്കർ മാസ്റ്ററെ അനുസ്മരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം O രാജൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രൊഫസർ P ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഗുരുവായൂർ ദേവസ്വം പൂന്താന ദിനം ആഘോഷവും ജ്ഞാനപ്പാന പുരസ്കാര വിതരണവും നടന്നു. സാഹിത്യ നിരൂപകൻ പ്രൊഫസർ KP ശങ്കറിന് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പുരസ്കാരം സമ്മാനിച്ചു. ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത. തൃശൂർ പുത്തമ്പീടിക തോന്നിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി ഭരണി വേലകൾക്ക് സൗജന്യ സംഭാരണ വിതരണവുമായി 10+ കൂട്ടായ്മ.
സൗജന്യ സംഭാര വിതരണോദ്ഘാടനം താന്യം പഞ്ചായത്ത് മെമ്പർ ആൻഡോ തുറയൻ നിർവഹിച്ചു. ഭാരവാഹികളായ രാകേഷ് വി വി, ബിനോയ് താണ്ടശ്ശേരി, അനീഷ് മേനോൻ എന്നിവർ നേതൃത്വം നൽകി. മലപ്പുറം എടപ്പാളിൽ ജൽജീവൻ പൈപ്പുകൾ സ്ഥാപിക്കാൻ റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ട അവസ്ഥയിൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പൊടിശല്യം രൂക്ഷമാണ്. ഇളകിക്കിടക്കുന്ന കല്ലുകൾ തെറിച്ച് വ്യാപാര സ്ഥാപനങ്ങളിലെ ഗ്ലാസുകളിൽ തട്ടുന്ന അവസ്ഥയിലുമാണ്. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. തൃശൂർ പുത്തമ്പീടിക തണ്ടാശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷവും കളമെഴുത്തുപാട്ടും ഇന്ന് ആരംഭിക്കും. ആഘോഷം മാർച്ച് 7 വരെയായിരിക്കും ഉണ്ടാവുക. തൃശൂർ വടക്കാഞ്ചേരി RT ഓഫീസിന് മുന്നിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ അശാസ്ത്രീയമായ ഫെയർ മീറ്റർ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ധർണ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചേർത്തല താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് സെമിനാർ മാർച്ച് 9 താലൂക്ക് NSS യൂണിയൻ ഹാളിൽ നടക്കും. കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. മതേതരത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന സെമിനാറിൽ വിദ്വാൻ K. രാമകൃഷ്ണൻ അധ്യക്ഷനാകും. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതായി അറിയിച്ച നടി നയൻതാര തന്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് നടി ഈ വിവരം കത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. നയൻതാര എന്ന പേര് തന്റെ ഹൃദയത്തോടടുത്ത് നിൽക്കുന്നതാണെന്നും അത് നടി എന്ന നിലയിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിലും തന്നെ പ്രതിനിധീകരിക്കുന്നുണ്ടെന്നും നടി കത്തിൽ പറഞ്ഞു. ജഗദീഷ് ഇന്ദ്രൻസ് കൂട്ടുകെട്ടിൽ ഒരുക്കിയ ചിത്രം പരിവാർ മാർച്ച് 7 തിയേറ്ററുകളിലെത്തും. ഉത്സവ് രാജീവ്, ഫഹദ് നന്ദു എന്നിവരാണ് തിരക്കഥയും സംവിധാനവും. ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലെത്തുന്ന ഫാമിലി കോമഡി എന്റർടൈനറാണ് ചിത്രം. കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ നർമ്മത്തിൽ ചാലിച്ചാണ് ഈ ചിത്രം അവതരിപ്പിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിലെ 2ാം സെമിയിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡ് പോരാട്ടം. ഉച്ചയ്ക്ക് 2:30 ലാഹോറിലാണ് മത്സരം. ഗ്രൂപ്പിൽ 1ാമതായാണ് ദക്ഷിണാഫ്രിക്ക സെമിയിലെത്തിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം ന്യൂസിലൻഡും പുറത്തെടുത്തിരുന്നു. ടെമ്പ ബാവുമ നയിക്കുന്ന പ്രോട്ടീസ് നിരയിൽ ബാവുമയ്ക്കൊപ്പം റയാൻ റിക്കൽട്ടൺ, എയ്ഡൻ മാർക്രം, കാഗിസോ റബാഡ തുടങ്ങിയ താരങ്ങളാണ് കരുത്ത്.